ഹായ് നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബൈജു സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉമ്മൽക്കോയിലെ ചന്ത എന്ന് വെച്ചാൽ അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ കുറച്ച് മീൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ മീൻ വാങ്ങുന്ന വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കൂട്ടുകാരെ, ഫൈനലി നമ്മളിവിടെ ഉമ്മൽക്കലിൽ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നല്ല പഴയ ബിൽഡിങ്ങാണ്. പണ്ട് പുരാതന കാലം തൊട്ട് ഉള്ള ഒരു ഫിഷ് മാർക്കറ്റാണിത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ, നമുക്കുള്ള ഇഷ്ടപ്പെടുന്ന മീനുകളെയൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈഡിൽ തന്നെ കുറേ ഫിഷുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അത് വില പേശിയിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ മീൻ മേടിക്കാനായിട്ട് ഞാനും മാത്രമല്ല, എൻ്റെ കൂടെ റെന്നിയുണ്ട്, പിന്നെ എൻ്റെ അനിയനും ശ്രീരാജുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ 3 പേര് വരുമ്പോൾ അറിയാമല്ലോ, കുറച്ചധികം മീൻ മേടിക്കും വീട്ടിലേക്ക്. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലെ കണക്ക് ഡെയിലി പോയിട്ട് മീൻ മേടിക്കുന്ന പരിപാടിയില്ല. നമ്മൾ വീക്കിലി വൺസ് പോയിട്ടാണ് മീൻ മേടിക്കുന്നത്. പൊതുവേ മീൻ മേടിക്കാനായിട്ട് നല്ല തിരക്കാണ്. ഇന്ന് പക്ഷേ വലിയ തിരക്കില്ല. കാരണം വെച്ചാൽ ഇന്ന് അവധി ദിവസമാണ്. എല്ലാവരും രാവിലെയൊക്കെ വന്നിട്ട് മീൻ മേടിച്ചിട്ട് പോകുന്നതാണ് പതിവ്. അപ്പം ഞങ്ങളിവിടെ എത്തിയേക്കുന്നത് ഒരു 11-12 മണി ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഇപ്പം വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരുവിധപ്പെട്ട സ്റ്റോളുകളെല്ലാം മീനുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, മീൻ വിൽക്കുന്ന ആൾക്കാർ അടുത്ത കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ റെന്നി ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി നോക്കുകയാണ് ഏത് മീനാണ് നല്ല മീൻ, ഏതാണ് എവിടെയാണ് വില കുറച്ച് മേടിക്കാൻ പറ്റുക, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കിലോ എങ്ങനെയാണ്? രണ്ട് നല്ല നെയ്മത്തിയാണ്. ചോപ്പൻ
അപ്പം ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാൻ റെന്നിയും കൂടെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മേടിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് ആ സ്ഥലം. ഇവിടെ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഫിഷ് കട്ട് ചെയ്യണമെങ്കിൽ അതിന് പൈസ എക്സ്ട്രാ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോർണറിൽ തന്നെ അവരൊരു ഇത് വെച്ചിട്ടുണ്ട്, പൈസ കളക്ഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തതിന് ശേഷം ഇവിടെ കൊടുത്താൽ അത് അവർ കട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളെ മീൻ നമ്മൾ മേടിച്ചു ഫൈനലി. അപ്പോൾ ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല മസാലയൊക്കെ ഇട്ട് ഫിഷ് കറി ആയിട്ടും ഫിഷ് ഫ്രൈ ആയിട്ടും ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ചോറിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് അടിക്കണം. അതാണ് അടുത്ത പ്ലാൻ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മൾക്കുള്ള പഴയ മീൻ മാർക്കറ്റാണെന്നുള്ളത്. പിന്നെ ഫിഷ് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. പച്ചക്കറി ഉണ്ട്, മീറ്റ്സ് ഉണ്ട്. നമുക്ക് മീറ്റ്സിന് പ്രത്യേക ഒരു കോർണറുണ്ട്, പച്ചക്കറിക്ക് പ്രത്യേക ഒരു കോർണറുണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല അഫോർഡബിൾ പ്രൈസായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉമ്മൽക്കലിൽ വന്നിട്ട് ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ കുറച്ച് മീനുകളൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല അഭിപ്രായങ്ങൾ അയയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.